ദേശം ഏതായാലും ചായക്കട മലയാളിക്ക് ഒരു നൊസ്റ്റാൾജിയാണ്. പലപ്പോഴും സിനിമാ ഫ്രെയിമുകളൊക്കെ നമ്മുടെ മനസ്സിൽ വരും. ഓലമേഞ്ഞ, കളിമൺ തേച്ച ചുവരുള്ള, പുകയടിച്ച് കരി പിടിച്ച ചായക്കടകൾ. അത്തരമൊരു ചായക്കടയിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. നല്ല ഓർമ്മകൾ നിലനിൽക്കുന്ന തിരുവനന്തപുരത്തുള്ള ഒരു കുഞ്ഞു കടയാണ്. പോത്തൻകോട് വേങ്ങോടാണ് സുമനൻ ചേട്ടന്റെ കടയുള്ളത്. പേരെന്താണെന്നറിയോ? തിരുവോണം. ഈ 2025 പഴയ 90കളിലേക്കുള്ള ഒരു ടൈം ട്രാവൽ, അതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം പോത്തൻകോട് വേങ്ങോടുള്ള ഈ തിരുവോണം ടീ ഷോപ്പ് എന്ന കുഞ്ഞിക്കട. '90s മുതൽ പുറകോട്ടുള്ള 80, 70, 60 ഒക്കെ ഉള്ള ആൾക്കാർക്കൊക്കെ ഇതിൻ്റെ ഒരു നൊസ്റ്റാൾജി മനസ്സിലാവും. 2K കിഡ്സ് എന്നോട് ക്ഷമിക്കണം. എന്തായാലും ആ കടയുടെ ഉള്ളിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. പൂർണ്ണമായും മണ്ണുകൊണ്ട് നിർമ്മിച്ച, ഓലയിൽ മേഞ്ഞ ആ കട സുമനൻ ചേട്ടൻ്റെ ഉടമസ്ഥതയിലുള്ള കടയാണ്. എന്നാൽ ഈ കടയുടെ കഥയൊന്നും നമുക്ക് പറഞ്ഞുതരാമോ? നമ്മളച്ഛൻ നടത്തിക്കൊണ്ട പ്രസ്ഥാനം, അതിപ്പം അച്ഛൻ നഷ്ടപ്പെട്ടപ്പോൾ അത് ഞാൻ ഏറ്റെടുത്ത് നടത്തുന്നത്. ഫുഡ് എന്തൊക്കെയാണ്? ഇറച്ചി മുട്ടയൊന്നും ഇല്ല, ഉള്ളി വെജിറ്റേറിയൻ, രാവിലെ ദോശ, രസവട, പപ്പടം, ചമ്മന്തി, ഇങ്ങനെ ഐറ്റങ്ങളേ ഉള്ളൂ. 7 മണിക്ക് ക്ലോസ് ആവും, 5 മണിക്ക് തുടങ്ങും. ഇതിപ്പോൾ എൻ്റെ കാലം വരെ ഉള്ളു. നമ്മളെ കാലം കഴിഞ്ഞത് ഇവിടെ കിടപ്പാവും. എന്താ ചേട്ടൻ ഇവിടെ സ്ഥിരമായി തന്നെ വരാറുണ്ടോ? എൻ്റെ അച്ഛൻ്റെ കാലം തൊട്ടേ ഇവിടെ തന്നെയാണ്. എൻ്റെ അച്ഛനും ഇവിടെ നിന്നാണ് ചായ കുടിച്ചുകൊണ്ടിരുന്നത്. ഈ സ്കൂളിൽ പോയ സമയത്തും ആ സമയത്തുള്ള അതേ ലുക്ക് തന്നെ ഈ കട. കറക്റ്റ്. അതൊരു മാറ്റം ഇല്ല. ഇപ്പം ഇവിടെ പോലെ തുമ്മന്നിട്ട്. ചേട്ടാ സ്ഥിരമായിട്ട് ഇവിടെയാണോ കുടിക്കാൻ വരാം? അതെ, സ്ഥിരമായിട്ട് ഇവിടെ തന്നെ ചൂസ് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു പഴയ ഒരു നമ്മളെ കാലഘട്ടത്തിലുള്ള ഒരു നൊസ്റ്റാൾജിയ പരമായിട്ടുള്ള ഒരു ഷോപ്പാണത്. ഓർമ്മകളായവറക്കാൻ കറക്റ്റ് ഓർമ്മകൾ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ എവിടെ പോയാലും ചായ കുടിക്കാൻ തിരിഞ്ഞ് വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ നമ്മുടെ നാടൻ ഭക്ഷണം കിട്ടും, ഒരു കലർപ്പില്ലാത്ത. അതായത് വിറവിൽ ആണ് ചൂടാക്കി ചായ ഇടുന്നത്. ഇവിടെ തന്നെ അരിയൊക്കെ ആട്ടി നാടൻ ഭക്ഷണമാണ് കിട്ടുന്നത്. ഇതിനകത്ത് വന്നാൽ ഏത് നട്ടുച്ച നേരത്ത് വന്നാലും ഒരു തണുത്ത അന്തരീക്ഷം, ഫാനൊന്നും വേണ്ട. ഇവിടെ വന്ന് ആരും വേർക്കാറില്ല. ഇതിനകത്ത് ഇരിക്കുന്നതിന് ഒരു പ്രത്യേക സുഖമുണ്ട്. ചായ മേടിച്ച് കുടിച്ചു കഴിഞ്ഞാൽ നമ്മൾ അപ്പോഴും പോകത്തില്ല. പോലീസന്മാരും പിന്നെ SI-മാരും എല്ലാവരും ചായ കുടിക്കാൻ വേണം ഇവിടെയാണ്. സ്കൂളിൽ പഠിച്ച കാലമൊക്കെ ഓർമ്മ വരുമോ? തീർച്ചയായിട്ടും. ഞാനും അവനൊക്കെ ഒരു ക്ലാസ്മേറ്റ് ഒരുമിച്ച് പഠിച്ചാണ്. എല്ലാവർക്കും രുചിക്കാനൊരിടം, അത് പഴമയോടുകൂടി വന്നിരിക്കാനൊരിടം കൂടിയാണ് ഇവിടം. പഴയ കാലത്തേക്ക് യാത്ര ചെയ്യാം, കുറച്ചു നേരം ഇരുന്ന് ഓർമ്മകൾ അയവിറക്കാം, എന്നിട്ട് ആ ചായ ഗ്ലാസ് കൂടെ മടക്കി വെച്ചിട്ട് തിരക്കിട്ട ജീവിതത്തിലേക്ക് വീണ്ടും ഇറങ്ങിപ്പോകാം. വീഡിയോ ജേർണലിസ്റ്റ് വിജിത്ത് ഊർക്കടവിനൊപ്പം റിപ്പോർട്ടർ ഗോപാൽ ശിലാസനൽ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.